ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? സുഖം തന്നെയല്ല എല്ലാവർക്കും? ഞമ്മക്കിവിടെ അൽഹംദുലില്ലാ റാഹത്താണ്. നമ്മളിവിടെ ബീഫ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ. അതിൻ്റെ കൂട്ടുകാർക്കാണ് കാട്ടിത്തരും ചെയ്യാം. എന്താ അപ്പോൾ ഇവിടെ 4 തക്കാളിയും 4 വലിയുള്ളിയൊക്കെ എടുത്തുങ്ങാണ്ട് അരിഞ്ഞുങ്ങാണ്ട് അത് മിക്സിയിലിട്ടുക്കണം കേട്ടോ. അതിക്ക് ഇതാ 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളകും പൊടിയും, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. അത് മാത്രമേ ഉള്ളൂ കേട്ടോ മക്കളെ. അത് അണിട്ടുങ്ങാണ്ട് അതുകൊണ്ട് അരച്ചു കൊണ്ടിരട്ടെ. ഇനി അത് അരച്ചിട്ടാണ് ബാക്കി പണി കേട്ടോ. ഇതിവിടെ താളിച്ചുള്ള ഉള്ളി അരിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അരച്ചെടുത്തോണ്ടിട്ട് കുക്കറിലാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. ഇതാ ഉള്ളിയാണ് താളിച്ചിങ്ങാണ്ടേ അതിക്ക് പിന്നെ ആ മസാല അരച്ചു കൊണ്ടുവന്നത് അതുകൊണ്ട് ഇട്ട് വാട്ടിങ്ങാണ്ട് നല്ലോണം വാട്ടി എണ്ണ തെളിഞ്ഞതിന് ശേഷമുള്ളൂ ഇറച്ചി നമ്മൾ ഇടുക കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കി. ഇങ്ങനെ മിക്സിയിൽ അരച്ച് വെച്ചാൽ എന്താണെന്നറിയോ, വേഗം വാടാനും എളുപ്പമുണ്ട്. പിന്നെ അതുമല്ല, ഇതിങ്ങനെ ഉള്ളിയും തക്കാളിയും കഷ്ണമായിട്ട് ഇരിക്കൂല. പിന്നെ രണ്ടാമത്തേത് കറി ഒന്ന് കുറുക്ക് കിട്ടും. കറി നല്ല കുറുക്ക് കിട്ടും. ആദ്യം നിനക്ക് ഇങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഇഷ്ടപ്പെടുകയല്ലാതെ കോലമല്ല. അപ്പോൾ അതാ 2 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച് വെച്ചതാണ് കേട്ടോ. അതേക്കാണ് ചേർത്തേക്കണം. അതൊന്ന് നല്ലോണം വാട്ടഞ്ഞ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടി. ആ എണ്ണയിൽ വാട്ടുന്ന ഒരു ടേസ്റ്റ് വേറെ ഉണ്ടാവുമേ. ആവശ്യത്തിനുള്ള ഉപ്പും. ഞാൻ അരച്ച് വെച്ചതായിക്കാണ് പാര. നമ്മൾ കറി വെച്ചിട്ട് വെന്തതിൻ്റെ ശേഷമല്ലേ താളിച്ച് ഒഴിച്ചുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ത് കറിയാണെങ്കിലും ആദ്യം താളിച്ചു. അപ്പോൾ ആ താളിച്ചൊരു ചോറ് മണം അതൊന്നും ഉണ്ടാവില്ല. എങ്ങനെ ആയാലും ഇങ്ങനെ ഓൽക്ക് പറ്റുള്ളൂ. നമ്മൾ അവസാനം താളിച്ച് വെച്ചുമ്പോൾ അതിൻ്റെ ഒരു വാസന വേറെ ഉണ്ടാവും. അപ്പോൾ അതാ എണ്ണ തെളിയൽ തുടങ്ങിയാണ്. എണ്ണ വേറെയും മസാല വേറെയും കണ്ടാണ് അപ്പം ഇടുക. കേക്ക് വെച്ച് ഇറച്ചി കഴിക്കാൻ ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. ഇനി അത് നല്ലോണം ഇളക്കിയിട്ടേ നല്ലോണം ഉപ്പും മുളകും എല്ലായിടത്തും അതിൻ്റെ ശേഷം മിക്സിയൊക്കെ ഒന്ന് കേക്കിങ്ങാണ്ട് അതിൻ്റെ വെള്ളം കൊണ്ട് ഒഴിച്ചിങ്ങാണ്ട് പാകത്തിന് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചിങ്ങാണ്ട് 1ഉം 2ഉം വിസിലൊന്നും പോരട്ടെ മക്കളെ. 10 വിസിൽ വിട്ടാലും ഇവിടുത്തെ ഇറച്ചി വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇളയ ഇറച്ചി കറി നമ്മൾ നാട്ടിലത്തെ മാതിരി മൂത്തിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും കുറേ നേരം വിസിലടിച്ചണം. അപ്പോൾ അതായിക്കില്ല വെള്ളം ഒഴിച്ചു കൊടുത്തിക്കണ്. ഞാൻ നല്ലോണം ഇളക്കിങ്ങാണ്ടേ ഉപ്പും മുളകൊക്കെ നോക്കിങ്ങാണ്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിക്കോ പിന്നെ ഇട്ട് കൊടുത്തങ്ങാണ്ട് കുറച്ചും കൂടി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തു. ഞാൻ മൂടി വെച്ച് നല്ലോണം വിസിലടിച്ചട്ടെ. ഇനി തേങ്ങ അരക്കണം. ഇറച്ചിക്കറി വെക്കണമെങ്കിൽ തേങ്ങ അരക്കണം. അതുകൊണ്ട് അരച്ചുകൊണ്ടിരട്ടെ. അപ്പോൾ അതാ വെന്തിക്കണ്. ഇനി ആ തേങ്ങ അയക്കണ്ട് ഒഴിച്ചാണ്ടേ ഇനി അതും വേണം നല്ലോണം തിളച്ച് വേകുക. കുറേ നേരം തിളപ്പിച്ചണം. നമ്മൾ തേങ്ങ അരച്ച് കഴിഞ്ഞാൽ കൂടുതൽ തിളപ്പിക്കൂലല്ലോ.
എന്താ മക്കളെ ചൂട്, ചുട്ടിട്ട് ഇരിക്കാൻ പറ്റണില്ല, പൊരിഞ്ഞ ചൂടാണ്. ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട്, അപ്പോൾ അതും കൂടി നോക്കി ഇങ്ങോട്ടാണ് ഇട്ട് കൊടുത്തേക്കണ്. ഞാൻ നല്ലോണം തിളക്കട്ടെ. എത്രയൊക്കെ ആയിട്ടും വെന്തിട്ടില്ല. അപ്പോൾ എന്നും പറയണ മാതിരി തന്നെ എൻ്റെ കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മക്കളെ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ മക്കളെ. ആരായാലും ഒന്നാ ലൈക്കുമ്പോൾ ഒന്നൊരു തൊട്ടുള്ളൂണ്ടേ. ആ ലൈക്ക് നമുക്ക് വലിയ വിലപ്പെട്ടതാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.